നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആ റോഡിൽ നിന്ന് ലെഫ്റ്റ് കയറിയാൽ മതി. എത്തുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരാം. ആരാടാ മോനെ, വക്കീലാണോ വിളിച്ചത്? അല്ല, വേറൊരാൾ ഇങ്ങോട്ടുള്ള വഴി ചോദിക്കാൻ വിളിച്ചതാ. വക്കീലെങ്ങാനും വിളിച്ചിരുന്നോ? എന്തായിന്ന് അറിയാൻ വയ്യല്ലോ. വക്കീല് വിളിച്ചില്ല. രണ്ടു മൂന്നോട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചു നോക്കി. പുള്ളിക്കാരൻ ഫോൺ എടുത്തില്ല. എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരൻ കോടതിയിലായിരിക്കും. അതാ. എന്തായാലും ഇപ്പൊ വിധി വന്ന് കാണുമല്ലേ? വിധി വരാനുള്ള സമയം കഴിഞ്ഞു. കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ ഒരു സമാധാനമായേനെ. നിങ്ങളെ ഞാൻ എവിടെയൊക്കെ നോക്കി. എന്തു പറ്റി മോളെ? കോടതിയിൽ നിന്ന് എന്തെങ്കിലും വിവരമുണ്ടോ കൃഷ്ണമാമ? ഇപ്പൊ അതൊന്നും ഓർക്കണ്ട. നീ മുഹൂർത്തം ആവാറായി, സമാധാനമായിട്ടിരിക്കെ. കോടതി വിധി എന്തായിരിക്കും ഓർത്ത് ചേച്ചി ഭയങ്കര ടെൻഷനിലാച്ച. എത്ര പറഞ്ഞിട്ട് കേക്കണ്ടേ? കോടതി വിധിയിൽ പേടിക്കാൻ ഒന്നുമില്ല സുന്ദരി. അത് നമുക്ക് അനുകൂലം തന്നെയായിരിക്കും. താലികെട്ട് കഴിഞ്ഞിറങ്ങുമ്പോ വിധിപ്പകർപ്പുമായിട്ട് വക്കീലിവിടെ ഉണ്ടാവും മോളെ. മഴമോളെ എല്ലാ അവകാശങ്ങളോടും കൂടി കോടതി വിട്ടുതരും, അതെനിക്ക് ഉറപ്പാ. മാലിനി, നീ മോളെയും വിളിച്ചോണ്ട് മുറിയിലേക്ക് ചെല്ല്. നോക്ക് സുന്ദരി, വെറുതെ ടെൻഷൻ ആവണ്ട, കേട്ടല്ലോ? വാ ചേച്ചി. വാങ്ങളെ, അവിടെ ഒരു 100 കൂട്ടം പണിയെടുക്കാം. വാ. മോനെ, ഒന്നിങ്ങി വന്നേ. ഒരു മിനിറ്റ്, ഇപ്പൊ വരാവേ. കോടതിയിലെ കാര്യങ്ങളും എല്ലാം അറിഞ്ഞോ മോനെ? വക്കീൽ വിളിച്ചിരുന്നു, വിധി വന്നു. ഈശ്വര, എന്തായി? തൽക്കാലം ഒന്നും ആരോടും പറയണ്ട, പ്രത്യേകിച്ച് സുന്ദരി അറിയരുത്. എന്താണ്, വിധിയിൽ വല്ല കുഴപ്പമുണ്ടോ? മോളെ അവന് കൊടുക്കണമെന്നാണോ വിധി വന്നിരിക്കുന്നത്? ആഹാ, രണ്ടുപേരും ഇവിടെ സംസാരിച്ച് നിൽക്കുകയാണോ? അവിടെ മുഹൂർത്തമായി. അമ്മേ, നമുക്ക് പിന്നെ സംസാരിക്കാം. വാ. വധുവിനെ കൂടെ വിളിച്ചോളൂ. ഇപ്പൊ കൊണ്ടുവരാം. മഴമോളെ, ദേ അമ്മ. വാ. തൊഴുതു.
റിലാക്സ് ആവും സുന്ദരി, ടെൻഷൻ വേണ്ട. ഇപ്പൊ വിധി വന്നു കാണും. എനിക്കെന്തോ പേടി തോന്നുന്നു സർ. കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുകയാണല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. എങ്കിൽ പിന്നെ ചടങ്ങിലേക്ക് കടന്നാലോ? ആയിക്കോട്ടെ, മുഹൂർത്ത സമയമാണ്, താലിയിട്ട് നടത്താം. സുന്ദരി, ഏയ് ഹലോ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? മുൻ ഭാര്യയുടെ ജീവിതത്തിൽ ഒരു മംഗളകർമ്മം നടക്കുമ്പോ അതിൽ പങ്കെടുക്കുക എന്നുള്ളത് ഒരു മഹാഭാഗ്യമായിട്ട് കരുതുക ഞാൻ. വിവാഹ സമ്മാനമായിട്ട് പ്രത്യേകിച്ചൊന്നും തരാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു സന്തോഷ വാർത്ത അറിയിച്ചാൽ അത് നല്ലതായിരിക്കില്ലേ ശരത് സാറേ? നിന്റെ പ്രകടനമൊക്കെ പിന്നെ മതി. തൽക്കാലം ഇവിടുന്ന് ഇറങ്ങാൻ നോക്ക്. ആ ഒന്നടങ്ങളിയ, ഞാൻ പറയാൻ വന്ന കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. നിനക്ക് എന്താ പറയാനുള്ളത്? വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നേക്കോണോ നീ? ഒരു പ്രശ്നവും ഇല്ല അച്ഛമ്മ. ഒരു സന്തോഷ വാർത്ത പറയാനാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ. പ്ലീസ്, നിങ്ങൾക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് വേഗം ഒന്ന് മാറി തരാവോ? ഓക്കെ 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 ഓക്കെ. അപ്പൊ ശരത് സാറിന്റെ അനുവാദത്തോടെ ആ സന്തോഷ വാർത്ത ഞാനങ്ങ് പറയുക. അതായത് കോടതി വിധി അതിങ്ങ് വന്നു.